ഹലോ എവരിവൺ. അപ്പം നമ്മൾ റീസെൻറ്റ് എക്സാംസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഫെസ്റ്റിവൽസ് എന്ന് പറയുന്ന ഒരു ഏരിയയിൽ നിന്ന് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടല്ലേ. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ GD എക്സാമിന് വേണ്ടുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫെസ്റ്റിവൽസും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്റ്റുകളുമായിരിക്കും ഈ ഒരു 10 മിനിറ്റ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബിഹു എന്ന് പറയുന്ന ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ് അല്ലേ. ബിഹു എന്ന് പറയുന്ന ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ് ഏതാണ്? ആസാം ആണ് അല്ലേ. ബിഹു എന്ന് പറയുന്ന ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ് ഏതാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ഏത് സ്റ്റേറ്റ് ആണ്? ആസാം ആണ്. അപ്പോ ഈ ആസാമിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ബിഹു മെയിൻലി എത്ര ടൈപ്സ് ഉണ്ടെന്ന് അറിയണം. ഓക്കെ, ആസാമിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ബിഹു മെയിൻലി 3 ടൈപ്സ് ആണ്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ബൊഹാഗ് ബിഹു, അല്ലെങ്കിൽ ബൊഹാഗ് ബിഹുവിന്റെ മറ്റൊരു പേരാണ് രൊങ്കാലി ബിഹു. ഓക്കെ, ബൊഹാഗ് ബിഹുവിന്റെ മറ്റൊരു പേരാണ് രൊങ്കാലി ബിഹു. അടുത്തെന്ന് പറയുന്നത് ബൊഗാലി ബിഹു. ബൊഗാലി ബിഹുവിന്റെ മറ്റൊരു പേരാണ് എന്തെന്ന് പറയുന്നത് മഗ് ബിഹു എന്ന് പറയുന്നത്. ഓക്കെ, ബൊഗാലി ബിഹുവിന്റെ മറ്റൊരു പേരാണ് എന്ത് പറയുന്നത്? മഗ് ബിഹു എന്ന് പറയുന്നത്. അടുത്തെന്ന് പറയുന്നത് കാറ്റി ബിഹു. കാറ്റി ബിഹുവിന്റെ മറ്റൊരു പേരാണ് എന്തെന്ന് പറയുന്നത് കൊങ്കാലി ബിഹു എന്ന് പറയുന്നത്. ഓക്കെ, കാറ്റി ബിഹുവിന്റെ മറ്റൊരു പേരാണ് എന്ത്? കൊങ്കാലി ബിഹു. സോ ബിഹു മെയിൻലി എത്ര ടൈപ്സ്? 3 ടൈപ്സ്. ഏതൊക്കെയാണെന്ന് അറിയണം, നോട്ട് ചെയ്തോ. ബൊഹാഗ് ബിഹു അല്ലെങ്കിൽ രൊങ്കാലി ബിഹു, ബൊഗാലി ബിഹു അല്ലെങ്കിൽ മഗ് ബിഹു, കാറ്റി ബിഹു അല്ലെങ്കിൽ കൊങ്കാലി ബിഹു. ഓക്കെ, ഒന്നുകൂടി പേരുകൾ പറഞ്ഞുതരാം. ബൊഹാഗ് ബിഹു അല്ലെങ്കിൽ രൊങ്കാലി ബിഹു, ബൊഗാലി ബിഹു അല്ലെങ്കിൽ മഗ് ബിഹു, കാറ്റി ബിഹു അല്ലെങ്കിൽ കൊങ്കാലി ബിഹു. ദാ നമ്മുടെ ഇപ്പം ലാസ്റ്റ് കഴിഞ്ഞ 2024 ലാസ്റ്റ് നടന്ന എക്സാമിന് വരെ കാറ്റി ബിഹുവും മഗ് ബിഹുവും ക്വസ്റ്റ്യൻ ആയിട്ട് വന്നു. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് ആണെന്ന് മനസ്സിലായല്ലോ, അത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇത് സെലിബ്രേറ്റ് ചെയ്യുന്ന മന്ത് നോക്കാം. ബൊഹാഗ് ബിഹു അല്ലെങ്കിൽ രൊങ്കാലി ബിഹു സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏപ്രിൽ മന്തിലാണ്. ഓക്കെ, ബൊഹാഗ് ബിഹു അല്ലെങ്കിൽ രൊങ്കാലി ബിഹു സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏപ്രിൽ മന്തിലാണ്. ബൊഗാലി ബിഹു അല്ലെങ്കിൽ മഗ് ബിഹു സെലിബ്രേറ്റ് ചെയ്യുന്നത് ജാനുവരി മന്തിലാണ്. കാറ്റി ബിഹു അല്ലെങ്കിൽ കൊങ്കാലി ബിഹു സെലിബ്രേറ്റ് ചെയ്യുന്നത് അത് ഒക്ടോബർ മന്തിലുമാണ്. കാറ്റി ബിഹു അല്ലെങ്കിൽ കൊങ്കാലി ബിഹു സെലിബ്രേറ്റ് ചെയ്യുന്നത് ഒക്ടോബർ മന്തിലുമാണ്. ഓക്കെ, അപ്പോൾ ബൊഹാഗ് ബിഹു അല്ലെങ്കിൽ രൊങ്കാലി ബിഹു ആണെങ്കിൽ ഏപ്രിൽ മന്ത്, ബൊഗാലി ബിഹു അല്ലെങ്കിൽ മഗ് ബിഹു ആണെങ്കിൽ ജാനുവരി മന്ത്, കാറ്റി ബിഹു അല്ലെങ്കിൽ കൊങ്കാലി ബിഹു ആണെങ്കിൽ എന്തുമാണ്? ഒക്ടോബർ മന്തിലുമാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ബിഹു മെയിൻലി 3 ടൈപ്സ്. ബൊഹാഗ് ബിഹു അല്ലെങ്കിൽ രൊങ്കാലി ബിഹു, ബൊഗാലി ബിഹു അല്ലെങ്കിൽ മഗ് ബിഹു, കാറ്റി ബിഹു അല്ലെങ്കിൽ കൊങ്കാലി ബിഹു. ഓക്കെ, ഏത് മന്താണെന്ന് ക്ലിയർ ആണല്ലോ, നോട്ട് ചെയ്ത് വെക്കുക. ഇതുപോലെ തന്നെ ഓക്കെ, അപ്പം ഇതുപോലെ തന്നെ നമുക്ക് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഫെസ്റ്റിവൽ ആണ് ഏതെന്ന് പറയുന്നത് പൊങ്കൽ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ പൊങ്കൽ സെലിബ്രേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ് ഏതാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, തമിഴ്നാട് അല്ലേ. തമിഴ്നാടിന്റെ ഹാർവസ്റ്റിംഗ് ഫെസ്റ്റിവൽ ആണ്. ഓക്കെ, തമിഴ്നാടിന്റെ ഹാർവസ്റ്റിംഗ് ഫെസ്റ്റിവൽ ആണ് ഏതെന്ന് പറയുന്നത് പൊങ്കൽ എന്ന് പറയുന്നത്. ഓക്കെ, തമിഴ്നാടിന്റെ ഹാർവസ്റ്റിംഗ് ഫെസ്റ്റിവൽ ആണ് ഏതെന്ന് പറയുന്നത് പൊങ്കൽ എന്ന് പറയുന്നത്. ഇനി തമിഴ്നാടിന്റെ ന്യൂ ഇയർ ഫെസ്റ്റിവൽ ഏതാണെന്ന് ചോദിക്കും. ഓക്കെ, തമിഴ്നാടിന്റെ ഹാർവസ്റ്റിംഗ് ഫെസ്റ്റിവൽ ഏതാണെന്ന് വെച്ചാൽ അതിന് ആൻസർ പൊങ്കൽ. തമിഴ്നാടിന്റെ ന്യൂ ഇയർ ഫെസ്റ്റിവൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ പുത്താണ്ടു ആണ്. ഓക്കെ, തമിഴ്നാടിന്റെ ഹാർവസ്റ്റിംഗ് ഫെസ്റ്റിവൽ പൊങ്കലും തമിഴ്നാടിന്റെ ന്യൂ ഇയർ ഫെസ്റ്റിവൽ ഏതാണെന്ന് വെച്ചാൽ അതിന് ആൻസർ പുത്താണ്ടു ആണ്. തമിഴ്നാടിന്റെ ഹാർവസ്റ്റിംഗ് ഫെസ്റ്റിവൽ ആയ പൊങ്കൽ എത്ര ഡേയ്സ് ആണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് അറിയണം? 4 ഡേയ്സ് ആണ്. ഓക്കെ, തമിഴ്നാടിന്റെ ഹാർവസ്റ്റിംഗ് ഫെസ്റ്റിവൽ ആയിട്ടുള്ള പൊങ്കൽ എത്ര ഡേയ്സ് ആണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? അതിന് ആൻസർ 4 ഡേയ്സ്. ഈ പൊങ്കൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏത് മന്തിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ജാനുവരി മന്തിലാണ്. ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 4 ഡേയ്സ് പൊങ്കൽ സെലിബ്രേറ്റ് ചെയ്യുന്ന മന്ത് എന്താണ്? ജാനുവരി മന്ത്. ഈ പൊങ്കലിന്റെ ടൈം പീരീഡിലാണ് തമിഴ്നാട്ടില് ജല്ലിക്കെട്ട് പെർഫോം ചെയ്യുന്നവരോട് അറിയുക. ഓക്കെ, അപ്പൊ ഈ ഫാക്റ്റുകൾ നോട്ട് ചെയ്ത് വെച്ചോണേ. നമ്മുടെ ഹാർവസ്റ്റിംഗ് ഫെസ്റ്റിവൽ ഏതാ? ഓണമാണ്. നമ്മുടെ ന്യൂ ഇയർ ഫെസ്റ്റിവൽ ഏതാണ്? വിഷു ആണ്. തമിഴ്നാടിന്റെ ഹാർവസ്റ്റിംഗ് ഫെസ്റ്റിവൽ വെച്ചാൽ പൊങ്കലും തമിഴ്നാടിന്റെ ന്യൂ ഇയർ ഫെസ്റ്റിവൽ വെച്ചാൽ പുത്താണ്ടുമാണ്. അതായത് ന്യൂ ഇയർ ഫെസ്റ്റിവലും ഹാർവസ്റ്റ് ഫെസ്റ്റിവലും പ്രോപ്പർലി ഏതാണെന്ന് എക്സാമിന് നോക്കിയിട്ട് ആൻസർ ചെയ്യോ. ബിക്കോസ് 2 ചോദിച്ചാലും ഇത് 2 ഓപ്ഷനിൽ ഉണ്ടാവും. ഓക്കെ, ഇനി പൊങ്കൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് എത്ര ഡേയ്സ് ആയിട്ടാണ്? 4 ഡേയ്സ്. ഈ 4 ഡേയ്സ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന പൊങ്കലിനെ 4 ഡിഫറെന്റ് പേരുകളിൽ അറിയപ്പെടുന്നു. ഏതൊക്കെയാണ്? ഭോഗി പൊങ്കൽ, സെക്കൻഡ് ഡേയിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന പൊങ്കൽ സൂര്യപ്പൊങ്കൽ, തേർഡ് ഡേയിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന പൊങ്കൽ മാട്ടുപൊങ്കൽ, 4th ഡേയിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന പൊങ്കലാണെങ്കിൽ കാരം പൊങ്കൽ. ഓക്കെ, അപ്പൊ പൊങ്കൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് എത്ര ഡേയ്സ് ആയിട്ടാണ്? 4 ഡേയ്സ് ആയിട്ടാണ്. ഏതൊക്കെയാണ്?
ഭോഗിപ്പൊങ്കൽ, സൂര്യപ്പൊങ്കൽ, മാട്ടുപ്പൊങ്കൽ, കാനം പൊങ്കൽ. ഓക്കെ, ഭോഗിപ്പൊങ്കൽ, സൂര്യപ്പൊങ്കൽ, മാട്ടുപ്പൊങ്കൽ, കാനം പൊങ്കൽ. 4th ഡേയിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന പൊങ്കൽ ഏതാണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, കാനം പൊങ്കൽ. അതുപോലെ തന്നെ 2nd ഡേയിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന പൊങ്കൽ സൂര്യപ്പൊങ്കൽ. അതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി 1st ഡേയും 3rd ഡേയും ഓർത്തിരിക്കുക. പൊങ്കൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് 4 ഡേയ്സിലും സെലിബ്രേറ്റ് ചെയ്യുന്ന പൊങ്കലിനെ 4 ഡിഫറെന്റ് പേരുകളിൽ അറിയപ്പെടുന്നു. ഭോഗിപ്പൊങ്കൽ, സൂര്യപ്പൊങ്കൽ, മാട്ടുപ്പൊങ്കൽ, കാനം പൊങ്കൽ. ഓക്കെ, ഭോഗിപ്പൊങ്കൽ, സൂര്യപ്പൊങ്കൽ, മാട്ടുപ്പൊങ്കൽ, കാനം പൊങ്കൽ. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി നമ്മൾ ബിഹുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ പൊങ്കലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞു. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് ക്ലാസ് കേൾക്കുന്നതിന് കൂടെ തന്നെ പഠിച്ചു പോണേ. ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് അറിയാമോ? കുംഭമേളയാണ് അല്ലേ? അപ്പോൾ നോർമലി കുംഭമേളയുണ്ട്, അതുപോലെ തന്നെ അർദ്ധ കുംഭമേള. ഓക്കെ, കുംഭമേളയുണ്ട്, അർദ്ധ കുംഭമേള, പൂർണ്ണ കുംഭമേള. കുംഭമേള, അർദ്ധ കുംഭമേള, പൂർണ്ണ കുംഭമേള ആൻഡ് ഓൾസോ മഹാകുംഭമേള. ഓക്കെ, കുംഭമേള, അർദ്ധ കുംഭമേള, പൂർണ്ണ കുംഭമേള, മഹാകുംഭമേള. ഓക്കെ, ഇതില് കുംഭമേള held in once in 3 years, അർദ്ധ കുംഭമേള held in once in 6 years, പൂർണ്ണ കുംഭമേള held in once in 12 years and മഹാകുംഭമേള held in once in 144 years. ഓക്കെ, അപ്പൊ കുംഭമേള 3 വർഷം കൂടുമ്പോൾ, അർദ്ധ കുംഭമേളയാണെങ്കിൽ 6 വർഷം, പൂർണ്ണ കുംഭമേളയാണെങ്കിൽ 12 വർഷം, മഹാകുംഭമേളയാണെങ്കിൽ എത്ര വർഷം കൂടുമ്പോഴാണ് നടക്കുന്നത്? 144 വർഷം കൂടുമ്പോൾ. ഓക്കെ, അപ്പൊ കുംഭമേള, അർദ്ധ കുംഭമേള, പൂർണ്ണ കുംഭമേള, മഹാകുംഭമേള. കുംഭമേള held in once in 3 years, അർദ്ധ കുംഭമേള held in once in 6 years, പൂർണ്ണ കുംഭമേള held in once in 12 years and മഹാകുംഭമേള held in once in 144 years. കുംഭമേള ഹെൽഡ് ചെയ്യുന്ന പ്ലേസസ് ഏതൊക്കെയാണെന്ന് അറിയണം. കുംഭമേള ഹെൽഡ് ചെയ്യുന്ന പ്ലേസസിനെ നിങ്ങൾ HPNU എന്ന് ഓർത്തിരുന്നു. H എന്ന് പറയുന്നത് ഹരിദ്വാർ, P എന്ന് പറയുന്നത് പ്രയാഗ്രാജ്, N എന്ന് പറയുന്നത് നാസിക്, U എന്ന് പറയുന്നത് ഉജ്ജയിൻ. ഓക്കെ, അപ്പോൾ കുംഭമേള ഹെൽഡ് ചെയ്യുന്ന 4 പ്ലേസസ് HPNU എന്ന് ഓർത്തിരുന്നു. ഹരിദ്വാർ, പ്രയാഗ്രാജ്, നാസിക്, ഉജ്ജയിൻ. അതിൽ ഹരിദ്വാർ ഉത്തരാഖണ്ഡില്, പ്രയാഗ്രാജ് ഉത്തർപ്രദേശില്, നാസിക് മഹാരാഷ്ട്രയില്, ഉജ്ജയിൻ മധ്യപ്രദേശ്. ഓക്കെ, കുംഭമേള ഹെൽഡ് ചെയ്യുന്ന 4 പ്ലേസസ് ഹരിദ്വാർ, പ്രയാഗ്രാജ്, നാസിക്, ഉജ്ജയിൻ. ഹരിദ്വാർ ഉത്തരാഖണ്ഡ്, പ്രയാഗ്രാജ് ഉത്തർപ്രദേശ്, നാസിക് മഹാരാഷ്ട്ര, ഉജ്ജയിൻ മധ്യപ്രദേശ്. അപ്പോൾ ഈ 4 പ്ലേസസിലായിട്ട് കുംഭമേള നടക്കുന്നു. അർദ്ധ കുംഭമേള നടക്കുന്നത് ഹരിദ്വാറിലും പ്രയാഗ്രാജിലുമാണ്. അർദ്ധ കുംഭമേള ഹരിദ്വാറിലും പ്രയാഗ്രാജിലും, പൂർണ്ണ കുംഭമേളയും മഹാകുംഭമേളയും നടക്കുന്നത് പ്രയാഗ്രാജിലുമാണ്. ഓക്കെ, അപ്പൊ കുംഭമേളയാണെങ്കിൽ ഹരിദ്വാർ, പ്രയാഗ്രാജ്, നാസിക്, ഉജ്ജയിൻ. അർദ്ധ കുംഭമേളയാണെങ്കിൽ ഹരിദ്വാറിലും പ്രയാഗ്രാജിലും, പൂർണ്ണ കുംഭമേളയും മഹാകുംഭമേളയും ഹെൽഡ് ചെയ്യുന്നതോ അത് പ്രയാഗ്രാജിലുമാണ്. ഓക്കെ, അപ്പോ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്യുക? ക്ലിയർലി പഠിക്കുക. ഇനി അതുപോലെ തന്നെ നമ്മുടെ SSC GDയുടെ ഓൺലൈൻ കോഴ്സസ് ദിശ ലേണിംഗ് ആപ്പ് വഴി അവൈലബിൾ ആണ്. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇനി ഒരു പക്ഷേ ലൈവ് ക്ലാസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ റെക്കോർഡ് വേർഷൻസ് അവൈലബിൾ ആയിരിക്കും. മാത്രമല്ല ലൈവ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫാക്കൽറ്റീസുമായിട്ട് ഡയറക്റ്റ് ഇൻട്രാക്ട് ചെയ്ത് പഠിക്കാനും പറ്റും. എന്തെങ്കിലും ഡൗട്ട് വരുവാണെങ്കിൽ ആ ടൈമിൽ തന്നെ നമുക്ക് ചോദിച്ച് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. ഈ ലൈവ് ക്ലാസ്സിൻ്റെ നോട്ടുകൾ നിങ്ങൾക്ക് PDF മെറ്റീരിയലാക്കി പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾക്ക് എക്സ്ട്രാ സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളെ പഠിത്തത്തിൽ കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു മെൻറ്റേഴ്സ് സപ്പോർട്ടും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കോഴ്സിലോട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. സോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 8075553676 എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. താങ്ക് യു ഓൾ ആൻഡ് ഹാപ്പി ലേണിംഗ്.